വർഗീകരണം. എന്താണ് സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ കാണപ്പെടുന്ന ഒന്നാണ് സാമൂഹിക വർഗീകരണം അല്ലെ. നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പല കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്തുണ്ട്? സാമൂഹിക വർഗീകരണം നിലനിൽക്കുന്നുണ്ടല്ലേ. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും സാമൂഹിക വർഗീകരണം ഉള്ളത് അല്ലെ? ജാതിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക വർഗീകരണം നേരിടുന്നുണ്ട്. അതേപോലെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ, വർഗത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പലതരത്തിലുള്ള സാമൂഹിക വർഗീകരണം നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ മനുഷ്യരും നേരിടുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമൂഹിക വർഗീകരണം അഥവാ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഐ ആം വാസില ഫ്രം ഹൈബ്രിഡ് ക്യാമ്പസ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIOSലെ സോഷ്യോളജിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 16 ആയിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക വർഗീകരണം എന്നാൽ എന്താ നോക്കാം. എന്താ സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത്? മനുഷ്യർ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ത്? സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യര് നമ്മുടെ സമൂഹത്തിലെ നമ്മളടങ്ങുന്ന ഈ ഒരു മനുഷ്യര് സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാമൂഹിക വർഗീകരണം. വിവിധ സാമൂഹിക, സാമ്പത്തിക അല്ലെങ്കിൽ സാംസ്കാരിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തിലുള്ള വ്യക്തികളോ ഗ്രൂപ്പുകളോ ശ്രേണികളായി ക്രമീകരിക്കുന്ന സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നു അല്ലെ. അതായത് ഇല്ലേ സമൂഹത്തിൽ, അതേപോലെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു? ഓരോ വ്യക്തികളെ വിവിധ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ വ്യക്തികളെ, ഗ്രൂപ്പുകളെ എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹികമായിട്ട് വർഗീകരിക്കുന്നുണ്ട്. അധികാരം, സമ്പത്ത്, പദവി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ ആളുകളെ എന്ത് ചെയ്തിട്ടുള്ളത്? വർഗീകരിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും അധികാരം, സമ്പത്ത്, പദവി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിലുള്ള വ്യക്തികൾ എന്ത് ചെയ്തിട്ടുള്ളത്? വർഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സമൂഹത്തിലുള്ള വ്യക്തികളെ, ഗ്രൂപ്പുകളെ വിവിധ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വർഗീകരിച്ചിട്ടുണ്ടെന്നും അതിൽ പ്രധാനമായിട്ടും അധികാരം, സമ്പത്ത്, പദവി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നത്? സാമൂഹിക വർഗീകരണം നിലനിൽക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യത്യാസം അഥവാ അസമത്വം. എന്താണ് ഡിഫറൻസ്, എന്താണ് ഇൻഇക്വാലിറ്റി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻസ് അഥവാ വ്യത്യാസം. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ കാര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? വ്യത്യാസം എന്ന് അറിയപ്പെടുന്നത്. രണ്ടോ അതിലധികമോ കാര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യത്തെ എന്തറിയപ്പെടുന്നു? വ്യത്യാസം എന്നറിയപ്പെടുന്നു. സ്ത്രീയും പുരുഷനും തമ്മിൽ ജൈവിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് അല്ലെ. നമ്മൾ സ്ത്രീയും പുരുഷനും ഒരേപോലെയാണ് അല്ല അല്ലെ. ജൈവികമായിട്ടുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് തീർച്ചയായിട്ടും അല്ലെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ മനുഷ്യർക്കിടയിൽ ഏജ്, ഹെൽത്ത്, ബോഡി സ്ട്രെങ്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലൊക്കെ എന്തുണ്ട്? വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഈ മനുഷ്യർക്കിടയിൽ വ്യത്യാസം നിലനിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും എന്ത് നിലനിൽക്കുന്നുണ്ട്? വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ട് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഭാഷ, മതം, സംസ്കാരം, ജാതി, ആചാരം അല്ലെ തുടങ്ങിയവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ കാര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യത്തെ എന്തെന്ന് പറയപ്പെടുന്നു? ഡിഫറൻസ് അഥവാ വ്യത്യാസം എന്ന് പറയുന്നു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻഇക്വാലിറ്റി അഥവാ അസമത്വം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിൽ വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നേരിടുന്നുണ്ട്? സാമൂഹ്യപരമായിട്ടുള്ള അസമത്വങ്ങൾ നേരിടുന്നുണ്ട്. നമ്മൾ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്ത് നേരിടുന്നുണ്ട്? അസമത്വം നേരിടുന്നുണ്ട്. വരുമാന അസമത്വം, സമ്പത്ത് അസമത്വം, ലിംഗ അസമത്വം, വംശീയ അസമത്വം എന്നിങ്ങനെയാണ് വിവിധ തരത്തിലുള്ള അസമത്വങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള അസമത്വങ്ങളെല്ലാം സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നുണ്ട്? നേരിടുന്ന ഒന്നാണ്. ഇതാണ് വ്യത്യാസവും അസമത്വവും. വ്യത്യാസം, അസമത്വം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. വ്യത്യാസം അഥവാ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ കാര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യത്തെയാണ് എന്തെന്നറിയപ്പെടുന്നു? വ്യത്യാസം എന്നറിയപ്പെടുന്നത്. ഇൻഇക്വാലിറ്റി അഥവാ അസമത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അസമത്വം എന്ത് ചെയ്യുന്നു? നേരിടുന്നു. ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന രണ്ടു പേരുടെ
വ്യൂ പോയിന്റുകളാണ് പറയുന്നത്, അവരുടെ വീക്ഷണങ്ങളാണ് പറയുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കാൾ മാക്സിൻ്റെതും രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് മാക്സ് വെബറിന്റെ. അപ്പൊ കാൾ മാക്സിന്റെ അഭിപ്രായം എന്താ നോക്കാം. കാൾ മാക്സിന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ 2 വിഭാഗങ്ങളായി എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് അദ്ദേഹം പ്രധാനമായിട്ടും സമ്പത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 വിഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പ്രധാനമായിട്ടും ആരൊക്കെയാണ്, സാമ്പത്തികപരമായിട്ടുള്ള ആളുകളും സാമ്പത്തികപരമായിട്ട് ഇല്ലാത്ത ആളുകളും. അപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള ആളുകൾ സാമ്പത്തികപരമായിട്ട് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ ആദ്യ വിഭാഗമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഉള്ള വ്യക്തികൾ അവരായിരിക്കും ഉൽപാദന ഉപാധികൾ സ്വന്തമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവരായിരിക്കും ആദ്യ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ. അപ്പൊ രണ്ടാമത്തെ വിഭാഗത്തിലോ ഇവർക്ക് എന്ത് നിയന്ത്രിക്കാനോ സ്വന്തമാക്കാനോ കഴിയാത്ത, അല്ലെ അതിനൊന്നും ചെയ്യാത്തവരായിരിക്കും ആര്, രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവര്. ആദ്യ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് സ്വന്തമാക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ആളുകളായിരിക്കും. രണ്ടാം വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് എന്തായിരിക്കും, ഇവയൊന്നും സ്വന്തമാക്കാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത വിഭാഗത്തിൽ പെടുന്ന ആളുകളായിരിക്കും രണ്ടാമത്തെ ആളുകൾ. ആദ്യ വിഭാഗത്തിലുള്ള ആളുകൾക്ക് അധികാരം നിയന്ത്രിക്കാൻ, സമൂഹത്തിലെ ആധിപത്യം പുലർത്താനും പറ്റുന്നത് ആരായിരിക്കും, ആദ്യ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികപരമായിട്ട് ഉള്ള വ്യക്തികളായിരിക്കും. പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള വ്യക്തികളെ മുതലാളിമാരെന്നും സാമ്പത്തികപരമായിട്ട് പിൻപിൽ നിൽക്കുന്ന വ്യക്തികളെ തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്നു. പ്രധാനമായിട്ടും സമൂഹത്തിൽ അഗസ്റ്റ് കോംറ്റെ പറയുന്നു, സമൂഹത്തിൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 2 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്, മുതലാളി വർഗവും തൊഴിലാളി വർഗം. ഈ മുതലാളി വർഗം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തെ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്, കാൾ മാക്സ് അഭിപ്രായപ്പെടും. ഇതും ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്താണ്, ഒരു വർഗീകരണമാണ്, ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ മാക്സ് വെബർ. അപ്പൊ കാൾ മാക്സിന്റെ അഭിപ്രായം നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് മാക്സ് വെബർ. മാക്സ് വെബർ എന്താ പറയുന്നത്, മാക്സിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇദ്ദേഹം പറയപ്പെടുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട് സമൂഹത്തിൽ വർഗീകരണം അഥവാ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നിലനിൽക്കുന്നെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വെറും ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സമൂഹത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നിലനിൽക്കുന്നത്, പവറിലെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നു എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്, മാക്സ് വെബർ പറയുന്നത്. സമൂഹത്തിൽ അധികാരം ഉള്ള ആളുകളുണ്ട്, അധികാരം ഇല്ലാത്ത ആളുകൾ. അപ്പൊ അധികാരമുള്ള ആളുകൾ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ അധികാരം എന്ന ഈ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു പവറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അധികാരം ഇല്ലാത്ത ആളുകളെ ഭരിക്കുന്നുണ്ട്. അപ്പൊ പവറിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നു, സാമൂഹികമായിട്ടുള്ള വർഗീകരണം നിലനിൽക്കുന്നു. സമൂഹത്തിൽ അധികാരമുള്ള വ്യക്തികൾ അധികാരം ഇല്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. സാമൂഹിക അസമത്വവും ശ്രേണീകരണം രൂപപ്പെടുത്തുന്നതിൽ വർഗം, പദവി, അധികാരം എന്നിവക്കൊക്കെ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നാണ് ആര് അഭിപ്രായപ്പെടുന്നത്, മാക്സ് വെബർ അഭിപ്രായപ്പെടുന്നത്. വെറും ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നു എന്നും, മറിച്ച് അധികാരം, പദവി, ലിംഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, വർഗീകരണം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്, മാക്സ് വെബർ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ കാൾ മാക്സ് സമ്പത്തിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നു എന്നും, മാക്സ് വെബർ കാൾ മാക്സിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായി സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നുണ്ടെന്നും മാക്സ് വെബറും പറയുന്നുണ്ട്. പക്ഷേ വെറും ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നെന്നും, മറിച്ച് അധികാരം, പദവി, വർഗം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലെല്ലാം എന്ത് നിലനിൽക്കുന്നുണ്ട്, വർഗീകരണം നിലനിൽക്കുന്നുണ്ടെന്ന് ആര് അഭിപ്രായപ്പെടുന്നത്, മാക്സ് വെബർ അഭിപ്രായപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവർ. എന്താണ് പവർ അഥവാ ശക്തി? എന്താണ് പവർ എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെയോ ഗ്രൂപ്പിന്റെയോ പെരുമാറ്റം അല്ലെങ്കിൽ പ്രവർത്തനം എന്നിവയെ സ്വാധീനിക്കുന്നതോ നിയന്ത്രിക്കുന്നതിനോ ഉള്ള കഴിവിനെ അല്ലെങ്കിൽ ശേഷിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത്, പവർ എന്ന് പറയുന്നത്. അല്ലെ, ഒരു വ്യക്തിയെ നിയന്ത്രിക്കുക, അവരെ എന്ത് ചെയ്യാണ്, സ്വാധീനിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു ശേഷിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത്, പവർ എന്ന് പറയുന്നത്. ശാരീരികമായിട്ടുള്ള ബലം, അധികാരം, സമ്പത്ത്, അറിവ് അല്ലെങ്കിൽ സാമൂഹിക പദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്നിങ്ങനെ വിവിധ മാർഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ സമൂഹത്തിൽ പവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോഗിക്കുന്നുണ്ട്. ശാരീരിക ബലം, അധികാരം, സമ്പത്ത്, അറിവ്, സാമൂഹിക പദവി എന്നിവയുടെ അടിസ്ഥാനത്തിലെല്ലാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ സ്വാധീനിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഒന്ന്, ആ ഒരു കഴിവിനെ, ശേഷിയെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്, പവർ എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, പലതരത്തിലുള്ള പവർ, ശക്തി എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്.
നെക്സ്റ്റ് വണ്ണാണ് വെൽത്ത് അഥവാ സമ്പത്ത്. എന്താണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ സാമൂഹിക ശ്രേണിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് എന്ത് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? അസമത്വം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ട് സമൂഹത്തിൽ ശ്രേണീകരണം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടില്ലേ. നമ്മുടെ ഈ ഒരു ഭൗതിക ആസ്തികൾ, സ്ഥലം, കെട്ടിടം, സ്വർണം, പണം, വാഹനങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ് ഭൗതിക അതൊക്കെ എന്താണ് വെൽത്താണ്, നമ്മുടെ സമ്പത്താണ്. അപ്പൊ ഈ ഒരു സമ്പത്തുള്ള വ്യക്തികൾ സമ്പത്തില്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ട് സമ്പത്ത്. സമൂഹത്തിന് എന്തുണ്ട് സമൂഹത്തിൽ എന്തുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള അസമത്വം നിലനിൽക്കുന്നു. നെക്സ്റ്റ് വണ്ണാണ് പ്രസ്റ്റീജ് അഥവാ അന്തസ് എന്ന് പറയും. എന്താണ് അന്തസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, ഒരു ഗ്രൂപ്പിനെ അവരുടെ നേട്ടങ്ങളുടെ ഫലമായി സാമൂഹ്യ പദവിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ഒന്നാണ് എന്ത് അന്തസ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും അവരുടെ സമൂഹത്തിൽ നിന്നും അവരുടെ നേട്ടങ്ങളുടെ ഫലമായിട്ടോ ഒക്കെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാമൂഹിക പദവിയാണ് എന്ത് തീർച്ചയായിട്ടും അന്തസ് എന്ന് പറയും. നമുക്കൊക്കെ ഓരോ അന്തസ് ഉണ്ടല്ലേ, നമ്മൾ നേടിയെടുത്ത നമ്മുടെ നേട്ടങ്ങളുടെ ഫലമായി നമുക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പദവിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത് അന്തസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേണം നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റസ് അഥവാ പദവി. എന്താണ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പദവി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത് പദവി അഥവാ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ, നേട്ടങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം ആ വ്യക്തിക്ക് സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന സ്ഥാനത്തെയാണ് എന്ത് സൂചിപ്പിക്കുന്നത് സ്റ്റാറ്റസ് അഥവാ പദവി എന്ന് സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും പദവിയെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ജാതി, വംശം, കുടുംബം തുടങ്ങിയവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ വ്യക്തികൾക്ക് പരമ്പരാഗതമായി അല്ലെങ്കിൽ അവരുടെ ജനനം വഴി ലഭിക്കുന്ന അത്തരത്തിലുള്ള പദവിയെയാണ് എന്ത് സൂചിപ്പിക്കുന്നത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് സൂചിപ്പിക്കുന്നു. ഓരോ വ്യക്തിക്കും അവരുടെ ജനനം വഴി ലഭിക്കുന്ന ബൈ ബർത്തിലൂടെ ലഭിക്കുന്ന ഒരു പദവിയാണ് എന്ത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെക്സ്റ്റ് വൺ ആയിട്ടുള്ള അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ഒന്നാണ് എന്ത് എന്ന് പറയുന്നത് ഈ ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഓരോ വ്യക്തിയും അവരുടെ ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിന്ന് അവർ നേടിയെടുക്കുന്ന ഒരു പദവിയാണ് എന്ത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി സ്വന്തം പ്രവർത്തനങ്ങൾ, പരിശ്രമങ്ങൾ, കഴിവുകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിന്നും നേടിയെടുക്കുന്ന ആ ഒരു പദവിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പം അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുക, നമ്മുടെ കഴിവിൻ്റെ, നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ അറിവിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മൾ സമൂഹത്തിൽ നിന്നും നേടിയെടുക്കുന്ന ആ ഒരു സ്ഥാനത്തെ പദവിയെ പറയുന്ന പേരാണ് എന്ത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നും നമുക്ക് ജന്മമായി ലഭിക്കുന്ന ആ ഒരു പദവിയാണ് എന്ത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പദവിയെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ അച്ചീവ്ഡ് സ്റ്റാറ്റസും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസ്റ്റ്. എന്താ കാസ്റ്റ് അഥവാ ജാതി? എന്താണ് ജാതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് എന്ത് ജാതി എന്ന് പറയുന്നത്. ജാതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ജാതി എന്നും ജനനം വഴി ലഭിക്കുന്ന ഒന്നാണ് ജാതി ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പല തട്ടുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും അവരുടെ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒന്നാണ് ജാതി എന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ശ്രേണീകരിച്ചിട്ടുണ്ട്. ജാതി ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പാണ്. ജാതി എന്ന് പറയുന്നത് എന്താണ് ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പാണ്. ജാതി എന്ത് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയുടെ തൊഴിലിലും വേഷങ്ങളിലും സാമൂഹ്യ പദവിയിലെല്ലാം നിയന്ത്രിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ജാതി എന്ത് ചെയ്യുന്ന ആ വ്യക്തിൻ്റെ തൊഴിലിലും വേഷങ്ങളിലും പദവിയിലെല്ലാം എന്ത് ചെയ്യുന്നു നിയന്ത്രിക്കുന്നു. തീർച്ചയായിട്ടും ഓരോ ജാതിയിലും ജനിച്ചവർക്ക് ആ ഒരു ജാതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ മാത്രമേ ചെയ്യുന്ന രീതിയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മൾ ഏത് ജാതിയിലാണ് ജനിക്കുന്നത് ആ ജാതിയുടെ കുലത്തൊഴിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ സമൂഹത്തിൽ എല്ലായിടത്തും ജാതി വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അല്ലേ. നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട്, നിലനിൽക്കുന്ന അല്ലേ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രബലമായിട്ടുള്ള ഒന്നാണ് എന്ത്, ജാതി എന്ന് പറയുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ മനുഷ്യർ നേരിടുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും സമൂഹത്തിലുള്ള താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ പല കാര്യത്തിൻ്റെ പേരിലും അല്ലേ, വിദ്യാഭ്യാസത്തിലായാലും അതുപോലെ തന്നെ അല്ലേ മറ്റു തൊഴിൽ രംഗത്തുള്ള ആ ഒരു ഇതിലൊക്കെ ആയാലും ഒരുപാട് തരത്തിലുള്ള അല്ലേ അസമത്വങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇവർക്ക് റിസർവേഷൻസ് നൽകിയിട്ടില്ല. SC ST വിഭാഗങ്ങൾക്കൊക്കെ റിസർവേഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സമൂഹത്തിൽ എന്തുണ്ട്, ജാതിയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ മനുഷ്യർ നേരിടുന്നുണ്ടെന്നും ജാതി എന്താണ്, ഒരു അടഞ്ഞ സമ്പ്രദായമാണെന്നും അതെന്തിനെ നിയന്ത്രിക്കുന്നുണ്ട്, ഒരു പ്രധാനമായിട്ടും വിവാഹത്തെ നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തിയുടെയും വിവാഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിൽ ഇന്റർ കാസ്റ്റ് മാരേജുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ജാതി എന്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും വിവാഹത്തെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ്, കാസ്റ്റ് അഥവാ ജാതിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണെന്ന് പറഞ്ഞു. ജനനം വഴി ലഭിക്കുന്ന ഒന്നാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രേണീകരിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ജാതി ഒരു വ്യക്തിയുടെ തൊഴിലിലും വേഷങ്ങൾ സാമൂഹിക പദവിയിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിന്റെ എല്ലായിടത്തും ജാതി വ്യവസ്ഥകൾ പ്രബലമാണെന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ മനുഷ്യർ നേരിടുന്നുണ്ടെന്നും ജാതി എന്താണ്, ഒരു അടഞ്ഞ സമ്പ്രദായമാണെന്നും അതെന്തിനെ നിയന്ത്രിക്കുന്നു, വിവാഹത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്ലാസ്. അപ്പോൾ ജാതി കാസ്റ്റ് എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്ലാസ് ആയിട്ടുള്ള വർഗം അല്ലേ. വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. വർഗം എന്ന് പറയുന്നത് എന്താണ്, സർവ്വ ലൗകികമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ ജാതി പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണെങ്കിൽ ക്ലാസ് അഥവാ വർഗം എന്ന് പറയുന്നത് എന്താണ് അല്ലേ, ലോകമെമ്പാടും കാണപ്പെടുന്ന ഒന്നാണ് ഈ ഒരു ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ തീർച്ചയായിട്ടും എന്ത് നിലനിൽക്കുന്നുണ്ട്, അസമത്വം നിലനിൽക്കുന്നുണ്ട്. സമ്പത്ത്, വരുമാനം, തൊഴിൽ തുടങ്ങിയ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് വർഗം അല്ലെ. നമ്മുടെ സമ്പത്തും നമ്മുടെ വരുമാനം നമ്മുടെ തൊഴിൽ തുടങ്ങിയ എല്ലാം അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒന്നാണ് എന്ത് എന്നറിയപ്പെടുന്ന ക്ലാസ് എന്നറിയപ്പെടുന്നത്. ഇത് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് ജനനം വഴി ലഭിക്കുന്ന ഒന്നല്ല എന്ത് ക്ലാസ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളും അവരുടെ നേട്ടങ്ങളുടെ ഫലമായി നേടിയെടുക്കുന്ന ഒന്നാണ് എന്ത് ക്ലാസ് എന്ന് പറയുന്നത്. വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ശ്രേണീകരണമുണ്ട്. തീർച്ചയായിട്ടും അല്ലേ, വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, ശ്രേണീകരണമുണ്ട് അല്ലേ. ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്ന് പറഞ്ഞ ഇങ്ങനെ ക്ലാസിന്റെ അടിസ്ഥാനം പലതരത്തിലുള്ള വർഗീകരണ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു തുറന്ന സമ്പ്രദായമാണ്. വിവാഹത്തിൽ നിയന്ത്രണമില്ല. തീർച്ചയായിട്ടും നമുക്ക് നല്ല വരുമാനമോ അല്ലെങ്കിൽ നല്ല തൊഴിലോ നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുന്നതിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഈ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഹൈ ക്ലാസ്സിലേക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ് അഥവാ വർഗം എന്ന് പറയുന്നത് എന്താണ്, ഒരു തുറന്ന സമ്പ്രദായമാണെന്നും അതെന്തിനെ നിയന്ത്രിക്കുന്നില്ല, വിവാഹത്തെ നിയന്ത്രിക്കുന്നില്ല. വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അസമത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ് ക്ലാസ്സിലെ പ്രധാനമായിട്ടും ക്ലാസിന്റെ സവിശേഷത എന്തൊക്കെയാണ്, വർഗം അല്ലേ. വർഗം എന്താണ്, സർവ്വലൗകികമാണ്. സമ്പത്ത്, വരുമാനം, തൊഴിൽ തുടങ്ങിയ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് എന്ത് വർഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ എന്താണ് നേടിയെടുക്കുന്ന ഒന്നാണ് അല്ലെ. വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ശ്രേണീകരണം ഉണ്ടെന്നും ഇത് തുറന്ന ഒരു സമ്പ്രദായമാണ്. ഇതെന്തിനെ നിയന്ത്രിക്കുന്നില്ല, വിവാഹത്തെ നിയന്ത്രിക്കുന്നില്ല എന്നും വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലെ അസമത്വങ്ങൾ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു, വ്യത്യാസം അതേപോലെ അസമത്വം അല്ലെ, ഡിഫറൻസ് ആൻഡ് ഇന്നിക്വാലിറ്റി എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരുടെ വ്യൂ പോയിന്റിലെ കാൾ മാർക്സിന്റെയും അതുപോലെ തന്നെ മാക്സ് വെബറിന്റെയും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക വർഗീകരണത്തെ കുറിച്ചുള്ള അവരുടെ വ്യൂ പോയിന്റ് എന്താ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ പവർ എന്താ നോക്കി, അതേപോലെ പ്രസ്റ്റീജ് എന്താ നോക്കി, സ്റ്റാറ്റസ് എന്താ നോക്കി, വെൽത്ത് എന്താ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ക്ലാസും കാസ്റ്റും എന്താ നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റാറ്റസ് ഈസ് ഡിഫൈൻ ആസ് സോഷ്യൽ. പ്രധാനമായിട്ടും സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്യുന്നതല്ലേ, നമ്മുടെ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നതില്ലേ, പൊസിഷൻ. ഓരോ വ്യക്തിയുടെയും പൊസിഷനെയാണ് സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്.
സ്റ്റാറ്റസ് അക്വയർ ബൈ ദി ബർത്ത് ആർ അല്ലെ, നമ്മുടെ ജനനം ബൈ ബർത്തിലൂടെ ലഭിക്കുന്ന സ്റ്റാറ്റസ് ഏതാണ്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ് അല്ലേ. പിന്നെന്താണ്? കാസ്റ്റ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ഇത് ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും അല്ല. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അല്ലേ? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. കാസ്റ്റ് ആർ ഫൗണ്ടഡ് ഇൻ ഓൾ പാർട്ട് ഓഫ് ദി വേൾഡ്. അതായത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലോകത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ് കാസ്റ്റിസം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്ലാസ് ആയത് സമൂഹത്തിൻ്റെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നില്ല, സർവ്വലൗകികമായിട്ടുള്ള ഒന്നാണ് എന്ത്? ക്ലാസ് എന്ന് പറയുന്നത്. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണല്ലേ? നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്. അക്കോർഡിംഗ് ടു ഡാഷ് ദെയർ ആർ ദ ടു മെയിൻ ക്ലാസ്സസ് ഇൻ ദ സൊസൈറ്റി. പ്രധാനമായിട്ടും രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ്? മാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ട്, ഹൈ ക്ലാസ്, ലോവർ ക്ലാസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാഷ് കറക്റ്റഡ് ദ മാക്സ് നോഷൻ ബൈ ദി സെയിങ് ദാറ്റ് ബിസൈഡ്സ് ക്ലാസ്, സ്റ്റാറ്റസ്, പവർ വേർ ദ അതർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നുണ്ട്, പക്ഷെ വെറും ഒരു ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നത് അല്ലെ. മറിച്ച് എന്തൊക്കെയാണ്? ക്ലാസും സ്റ്റാറ്റസ്, പവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് ഈ പറഞ്ഞിട്ടുള്ളത്? മാക്സ് വെബർ അല്ലേ. മാക്സ് വെബർ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? വെറും ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സമൂഹത്തിൽ വർഗീകരണം നിലനിൽക്കുന്നത്, മറിച്ച് അല്ലെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ, പദവിയുടെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം സമൂഹത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? വർഗീകരണം നിലനിൽക്കുന്നുണ്ടെന്ന് ആരഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു? മാക്സ് വെബർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസുള്ള കുറച്ച് MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള എസ്സേ ടൈപ്പ് ഓഫ് 2 മാർക്ക് 3 മാർക്ക് 5 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ്. വാട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? എന്താണ് സാമൂഹ്യ വർഗീകരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്? ക്ലാസും കാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ സ്റ്റാറ്റസ്. എന്താണ് സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ദി അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്? പ്രധാനമായിട്ടും സ്റ്റാറ്റസിനെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. ഇവ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കമ്പയർ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആസ് പ്രൊപ്പോസ്ഡ് ബൈ ദ കാൾ മാക്സ് ആൻഡ് മാക്സ് വെബർ. മാക്സിൻ്റെയും അല്ലെ കാൾ മാക്സിൻ്റെയും മാക്സ് വെബറിൻ്റെയും വ്യൂ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പവർ? എന്താണ് പവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് MCQ ടൈപ്പും ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു, എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലേ. ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അതിന് വരാൻ ചാൻസ് ഉള്ള ഒബ്ജക്റ്റീവ് ടൈപ്പും അതുപോലെ തന്നെ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ എന്താണ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഓരോ ചാപ്റ്ററും കൃത്യമായ രീതിയിൽ കേൾക്കുക അല്ലേ. നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കൃത്യമായ രീതിയിൽ കാണുക അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈവ് ക്ലാസ്സിൽ അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്.